ഗൂഗിൾ പേയിൽ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന UPI പിന്ന്, അതായത് 4 അക്കങ്ങളോ 6 അക്കങ്ങളോ വരുന്ന ഒരു പാസ്വേഡ് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലേ നമുക്കതിൽ ഏതൊരു ട്രാൻസാക്ഷനും നടത്താൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ആ പാസ്വേഡിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് ആ പഴയ UPI പിന്നിനെ മാറ്റിയിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് പുതിയൊരു UPI പിന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഗൂഗിൾ പേയുടെ സെറ്റിങ്സിൽ അതേപോലെ അതിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഗൂഗിൾ പേയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനിൽ ഇത് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന UPI പിന്ന് ഗൂഗിൾ പേയിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റാരെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും പർച്ചേസിംഗ് ഒക്കെ ആപ്പുകൾ വഴി പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂവോ പ്രൈവസി പ്രശ്നമോ ഉണ്ടാവുകയാണെങ്കിലോ പിന്നീട് നമ്മൾ ഇതേ UPI പിന്ന് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു UPI പിന്നിനെ മാറ്റിയിട്ട് ഈ വീഡിയോയിലുള്ള പോലെ പുതിയൊരു UPI പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ പേയെ സംബന്ധിച്ച് എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇവയിൽ ഏതിൽ വേണമെങ്കിലും പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലെ വീഡിയോകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ചാനലിലെ വീഡിയോകൾ കാണുമ്പോൾ മറക്കാതെ ഒരു ലൈക്ക് വീഡിയോയ്ക്ക് താഴെയായിട്ട് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായിട്ടുള്ള ആ സബ്സ്ക്രൈബിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ താഴെ 2 ചാനലുകളുടെ നെയിമും അതിൻ്റെ നേരെയായിട്ട് സബ്സ്ക്രൈബ് എന്നും കാണാം. അതിലൊന്ന് ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ് എന്ന ഈ ചാനൽ തന്നെയാണ്. മറ്റൊന്ന് ഫ്ലേമിംഗ് തിങ്സ് എന്ന എൻ്റെ മറ്റൊരു ചാനലാണ്. ആ ഫ്ലേമിംഗ് തിങ്സ് എന്ന ചാനലിൽ ഞാൻ സിനിമകളെ സംബന്ധിച്ച് റിവ്യൂ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. സിനിമകളെ സംബന്ധിച്ച് മറ്റു വീഡിയോകളും ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിനിമ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിലെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ആ ചാനൽ നിങ്ങൾക്ക് ആ ഫോണിൻ്റെ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ് എന്ന് കാണുന്നതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ആ സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഇവിടെ കാണുന്ന പോലെ ഒരു ഷെയർ ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലൊക്കെ ഗൂഗിൾ പേയിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന UPI പിന്ന് മാറ്റി പുതിയൊരു UPI പിന്ന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഫോണിൽ ഗൂഗിൾ പേയുടെ ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ പേയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനിൽ അതിൻ്റെ ഹോം സ്ക്രീന് ഇങ്ങനെയാണ് കാണുക. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ അടുത്തൊന്നും ഗൂഗിൾ പേ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ പേ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതെങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഫോണിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ആ കോർണറിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഇതുപോലെ കാണാം. അതിൽ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൻ്റെ നടുഭാഗത്ത് ഇടതുഭാഗത്തായിട്ട് ആദ്യം തന്നെ ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ടല്ലോ, അതിലൊന്നിങ്ങനെ പ്രസ് ചെയ്യുക. ഇപ്പം ഞാൻ ഗൂഗിൾ പേയുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന 2 ബാങ്കുകൾ ഇവിടെ മുകളിൽ തന്നെ കാണുന്നുണ്ട്. ഒന്ന് SBI ആണ്, മറ്റൊന്ന് യൂണിയൻ ബാങ്കും. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ എത്തുമ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയുമായിട്ട് ഒരു ബാങ്ക് ആഡ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ആ ബാങ്ക് മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. ഇനി 2ഓ അതിൽ കൂടുതലോ ബാങ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇവിടെ കാണാം. അപ്പൊ ഞാൻ ഈ 2 ബാങ്കുകളിൽ യൂണിയൻ ബാങ്കിന്റെ UPI പിന്നാണ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ യൂണിയൻ ബാങ്കിന് നേരത്തെ തന്നെ ഒരു UPI പിന്ന് ഇതിൽ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ UPI പിന്നിന് ചില സെക്യൂരിറ്റി പ്രശ്നങ്ങൾ പ്രൈവസി പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അത് ഞാൻ ഇപ്പോൾ മാറ്റാൻ പോകുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഈ രീതിയിൽ UPI പിന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന UPI പിന്ന് നമുക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. കാരണം അത് ടൈപ്പ് ചെയ്ത് കൊടുത്താലേ അതിന് പകരമായിട്ട് മറ്റൊരു UPI പിന്ന് ഈ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത്
അതായത് നിലവിലുള്ള UPI പിന്ന് ചേഞ്ച് ചെയ്യുന്ന രീതിയാണിത്. പക്ഷെ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന UPI പിന്ന് മറന്നുപോയാൽ നമുക്ക് പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യാമെന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണ് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ആ ഐ ബട്ടണിലുള്ളത്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഏത് ബാങ്കിൻ്റെ UPI പിന്നാണോ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ബാങ്കിൻ്റെ ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ യൂണിയൻ ബാങ്കിൻ്റെ ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ കുറേ ഓപ്ഷനുകളുണ്ട്. പക്ഷേ അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. ഇവിടെയും സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട്സ് കാണുന്നില്ലേ, 3 കുത്ത്, അതിലൊന്നിങ്ങനെ പ്രസ് ചെയ്യുക. ഇപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ ചെറിയൊരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ഓപ്ഷനുകളും കാണുന്നുണ്ട്. അപ്പൊ അതിൽ മുകളിൽ നിന്ന് താഴേക്ക് രണ്ടാമത്തെ ഓപ്ഷനായ ചേഞ്ച് UPI പിൻ എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. യൂണിയൻ ബാങ്കിന്റെ UPI പിന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 4 അക്കങ്ങളാണ് ക്രിയേറ്റ് ചെയ്യാൻ ഇതേപോലെ നേരത്തെ കാണിച്ചിരുന്നത് കേട്ടോ. എന്നാൽ ഞാൻ ഇതിൽ തന്നെ SBIയും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ SBI ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് 6 അക്കങ്ങളുള്ള UPI പിന്ന് ക്രിയേറ്റ് ചെയ്യാനാണ് കാണിച്ചത്. അപ്പൊ നിങ്ങൾ ഏത് ബാങ്കിന്റെ UPI പിന്നാണോ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന UPI പിന്നിന് 6 അക്കങ്ങളാണെങ്കിൽ ഇവിടെ മുകളിൽ 6 വരകളും, അല്ല 4 അക്കങ്ങളാണെങ്കിൽ ഇതുപോലെ 4 വരകളും കാണിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ എൻ്റർ 4 ഡിജിറ്റ് ഓൾഡ് UPI പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. ഇനി അത് 6 അക്കങ്ങളുള്ളതാണെങ്കിൽ 6 ഡിജിറ്റ് ഓൾഡ് UPI പിൻ എന്ന് ഇവിടെ കാണിക്കുന്നതാണ്. അപ്പൊ യൂണിയൻ ബാങ്കിന് ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ 4 അക്ക UPI പിന്ന് ഇവിടെ താഴെ കാണുന്ന കീബോർഡിൽ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കീബോർഡിൽ തന്നെ റൈറ്റ് സൈഡിൽ താഴെയായി കാണുന്ന ആ എൻ്റർ ബട്ടൺ, അതായത് ആ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്തതും തന്നെ ഇവിടെ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ എൻ്റർ 4 ഡിജിറ്റ് ന്യൂ UPI പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇനി എനിക്ക് പുതിയൊരു UPI പിന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന UPI പിന്നിന്റെ ആ 4 അക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു 4 അക്കങ്ങളുള്ള പുതിയൊരു UPI പിന്ന് ഞാൻ ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ കീബോർഡിലെ റൈറ്റ് സൈഡിലുള്ള ആ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പൊ ഏറ്റവും മുകളിൽ കൺഫേം 4 ഡിജിറ്റ് ന്യൂ UPI പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ 4 അക്ക പിൻ ഉണ്ടല്ലോ, അത് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ പുതിയ UPI പിന്നിനെ വീണ്ടും ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ താഴെയുള്ള റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ UPI പിന്ന് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ താഴെ കണ്ടില്ലേ UPI പിൻ അപ്ഡേറ്റഡ് എന്ന് കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന UPI പിന്ന് ചേഞ്ച് ആയി ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത പുതിയ പിന്ന് ക്രിയേറ്റ് ആയിരിക്കുന്നു. അതുകൊണ്ട് ഗൂഗിൾ പേയിൽ യൂണിയൻ ബാങ്കിന്റെ ട്രാൻസാക്ഷനുകൾ ഞാൻ ഇനി മുതൽ നടത്തുമ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ പിന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന UPI പിന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗൂഗിൾ പേയിൽ പുതിയൊരു UPI പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.